നമസ്കാരം. പലരും എന്നെ വിളിച്ച് പറയുന്ന ഒരു വിഷമം, അവർക്ക് കിട്ടിയ ഈ അറിവ് അല്ലെങ്കിൽ ഈ ശരിക്കുള്ള ദൈവത്തെക്കുറിച്ചുള്ള ഈ ജ്ഞാനം എന്നിലൂടെ കിട്ടുന്ന പല മെസ്സേജുകൾ അവർക്ക് വേണ്ടപ്പെട്ടവരോട് അവർ പറയുമ്പോൾ മറ്റുള്ളവർ ഇവരെ പുച്ഛിക്കുകയും ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതലും സ്വന്തം കുടുംബക്കാർ തന്നെ ഈ വ്യക്തികളെ ഒറ്റപ്പെടുത്തുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇവർക്ക് ഭയങ്കരമായ മാനസികമായ ഭയങ്കര വിഷമം വരുത്തുന്ന ഒരു കാര്യമാണ്. ശരിക്കും അങ്ങനെയാണ്. നമ്മൾ ഒരാളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും അവരുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം നമുക്ക് ഒരു നല്ല മധുരമുള്ള ഒരു ആഹാരം കിട്ടി, അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നു. അത് നമ്മളുടെ നല്ല മനസ്സാണ്. പക്ഷെ മറ്റുള്ളവർ അതിനെ പുച്ഛിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല മനസ്സോടെ ചെയ്ത് നമുക്കത് ഭയങ്കരമായ ഫീൽ വരും. എനിക്ക് പണ്ട് ഒരുപാട് വന്ന് പറഞ്ഞു വരുന്നൊരു കാര്യമാണ്. സ്വന്തം വീട്ടിൽ കുടുംബത്തിൽ തന്നെ എന്നോട് ദൈവം ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു ചിരിയും പുച്ഛഭാവവും കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും, വിഷമമൊക്കെ വരും. ഇത് സ്വാഭാവികമാണ്. അപ്പൊ ദൈവം ഒരിടത്ത് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മുടെ നല്ല മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ മറ്റുള്ളവർ അംഗീകരിക്കൂല, അല്ല മാറ്റമൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഫോഴ്സ് ചെയ്ത് ആരോട് പറയാൻ പോകരുത്. അത് ഒന്നാമത്തെ പ്രധാന കാര്യം. ഇപ്പൊ നമുക്ക് പക്ഷെ അവർക്കൊരു വിഷയം വന്നു, ഒരു പ്രശ്നം വന്നു, അതിൽ നിന്ന് അവർക്ക് ചിലപ്പോൾ രക്ഷപ്പെടണം. അവർ ചിലപ്പോൾ ഏതെങ്കിലും അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യദൈവങ്ങളെയോ ഒക്കെ ആശ്രയിച്ചായിരിക്കും നിൽക്കുന്നത്. നമുക്കത് കാണുമ്പോൾ അറിയാൻ പറ്റും, അയ്യോ ഇവർ ദൈവത്തെ വിളിച്ചിരുന്നെങ്കിൽ, ഇവരുടെ ജീവിത രീതി പോസിറ്റീവ് ആക്കിയിരുന്നെങ്കിൽ ഒരുപാട് വ്യത്യാസം വരുമായിരുന്നല്ലോ എന്നൊക്കെ നമുക്ക് കാണുമ്പോൾ പിടികിട്ടും. അപ്പൊ നമ്മളത് ജസ്റ്റ് അവരോടൊന്ന് പറയണം, പറയരുത് എന്നല്ല. കാര്യം പുച്ഛിക്കും, ചിലപ്പോൾ നമ്മളെ തള്ളിക്കളയും, മാനിക്കൂല. ഇതൊക്കെ മനസ്സിൽ കരുതിയിട്ട് വേണം നമ്മൾ അവരോട് സംസാരിക്കാൻ. അപ്പൊ അങ്ങനെ നമ്മൾ മുൻവിധിയായിട്ട് ഇവർ ചിലപ്പോൾ നമ്മളെ മാനിക്കില്ല എന്ന മനസ്സ് ആ ലെവലിൽ പാകപ്പെടുത്തിയിട്ട് പോയി പറഞ്ഞാൽ അവർ നമ്മളെ പുച്ഛിക്കുകയോ തള്ളിക്കളയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഫീൽ ചെയ്യില്ല. ഞാനൊക്കെ അങ്ങനെ പാകപ്പെടുത്തിയിട്ട് പോയി പറഞ്ഞിട്ട് പോലും ഭയങ്കരമായിട്ട് വിഷമം വന്നിട്ടുണ്ട് എനിക്ക്. കാര്യം തള്ളിക്കളയുമ്പോൾ നരകിച്ചു കിടക്കുകയായിരിക്കും, എന്നാലും അവരതിൽ തന്നെ തുടരും, ആ മണ്ടത്തരത്തിൽ തന്നെ നിൽക്കും. ഒരിക്കലും ഇപ്പുറത്തോട്ട് മനസ്സ് മാറി വരൂല. കാരണം അവരുടെ മനസ്സ്, അവരുടെ ആത്മാവ് അത്രയും വളർന്നിട്ടുള്ളൂ. അപ്പൊ അത്രയും വളർച്ചയെ ഉള്ളൂ എങ്കിൽ അവർക്ക് ഒരിക്കലും അപ്പുറത്തോട്ട് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ നേരത്തെ മെസ്സേജിലൊക്കെ പറഞ്ഞതുപോലെ ഇപ്പൊ 1 ലിറ്റർ കുപ്പിക്കകത്ത് 1 ലിറ്റർ വെള്ളമേ കൊള്ളൂ. ഇപ്പൊ അവരുടെ മനസ്സ്, ആത്മാവിന്റെ വളർച്ച 1 ലിറ്റർ ആണെങ്കിൽ അതിനകത്തുള്ള അറിവേ അവർക്ക് കൊള്ളാൻ പറ്റൂല, അതിനപ്പുറത്തോട്ട് അത് കൊള്ളൂല. അവർക്കത് അങ്ങോട്ട് മാറി ചിന്തിക്കാൻ പറ്റൂല. അത് നമുക്ക് ഒരു പ്രത്യേകതരം ആത്മീയ തലമാണത്. നമുക്ക് പറഞ്ഞത് പെട്ടെന്ന് പിടികിട്ടൂല. ചിലർക്ക് വലിയ വിദ്യാഭ്യാസമോ വലിയ അറിവൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കും. പക്ഷെ ഈ ആത്മീയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരത് പെട്ടെന്ന് കവർ ചെയ്ത് ഫുള്ളും അത് എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇവർ ലോകത്തിന്റെ കണ്ണിൽ വെറും ഒരു മണ്ടനായിരിക്കും. പക്ഷെ നമ്മൾ ദൈവീയ കാര്യം പറയുമ്പോൾ അവരത് ഒരുപാട് ഉൾക്കൊള്ളുകയും മൊത്തം എടുക്കുകയും ചെയ്തിട്ട് അതിനപ്പുറത്തോട്ടുള്ള സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും അവന്റെ അകത്തിരിക്കുന്ന കുപ്പി ഒരു 10 ലിറ്റർ കുപ്പിയായിരിക്കും. മറ്റേ വ്യക്തികളുടെ അടുത്ത് നമ്മൾ ഈ കാണുന്ന വലിയ ഭക്തരായിട്ടും അമ്പലവാസിയായിട്ടും അല്ലെങ്കിൽ പള്ളിക്കാരായിട്ടും ചിലപ്പോൾ പള്ളിയിലെ അച്ഛൻ, ചിലപ്പോൾ പാസ്റ്റർ എന്ന് നടക്കുന്ന വ്യക്തികളുടെ അടുത്ത് പോലും നമ്മളതിനെ ദൈവിക ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇവർ തള്ളിക്കളഞ്ഞിട്ട് അവരത് ഉറച്ചിരിക്കുന്ന, അവർ പഠിച്ചിരിക്കുന്ന ആ മണ്ഡലത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കും. പക്ഷെ അതിൽ തന്നെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമ്മൾ ഇപ്പൊ ബൈബിളിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വേദഗ്രന്ഥങ്ങളിലൂടെ ചൂണ്ടിക്കാണിച്ചാൽ പോലും അവർ അംഗീകരിക്കാതെ അതിൽ തന്നെ തളച്ച് കിടന്നുകൊണ്ട് നമ്മളെ തർക്കിച്ചുകൊണ്ടിരിക്കും. ഫ്രഷ് ആയിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് തെളിവ് സഹിതം. അതായത് ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് മാറി ചിന്തിക്കാനോ മാറി പ്രവർത്തിക്കാനോ അവർക്ക് പറ്റൂല. കാരണം അവരുടെ മനസ്സ് അത്രയേ ഉള്ളൂ, ഒരു ആത്മാവിനും അത്രയേ വളർച്ചയേ ഉള്ളൂ. ഈ ദൈവത്തിന്റെ റൂട്ടിൽ വന്നു, ഇങ്ങനെ ജീവിച്ച് എനിക്ക് എന്തൊക്കെ കിട്ടും, എനിക്ക് എന്തൊക്കെ നേടാം എന്ന് ധരിച്ചും കൊണ്ടാണ് മിക്കവരും ഈ ഭക്തിമാർഗത്തിൽ നിൽക്കുന്നത്. അല്ലാതെ ദൈവത്തോടുള്ള സ്നേഹത്തോടോ അല്ലെങ്കിൽ ആ ദൈവത്തെ അറിയാനുള്ള ആർത്തിയോടൊന്നും അല്ല പലരും ഈ ഭക്തിയിലൊക്കെ നമ്മൾ ഈ കാണുന്ന മിക്കവരും, ഒരു 90% ആൾക്കാർ നിൽക്കുന്നതൊന്നും ശരിക്കും ദൈവത്തോടുള്ള സ്നേഹബന്ധം അല്ലെങ്കിൽ ദൈവത്തെ അറിയണം എന്ന മനസ്സ് ഉള്ള അല്ല നിൽക്കുന്നത്. അവരുടെ കാര്യം സാധിക്കാനും വേണ്ടിയിട്ടും അപ്പുറത്തെ കൊള്ളാമെങ്കിൽ അപ്പുറത്തിനെക്കാട്ടി ഇത് കൊള്ളാമെങ്കിൽ ഇപ്പുറത്ത് നിൽക്കാം, ഇതിനെക്കാട്ടി വേറൊന്ന് കൊള്ളാമെങ്കിൽ അപ്പുറത്തോട്ട് പോകാം. ഈ മനസ്സേ അവർക്ക് ഉള്ളൂ. ഇനി ഏതെങ്കിലും ഒന്നിൽ വന്ന് അവർക്ക് എന്തെങ്കിലും ചെറിയ നേട്ടമോ എന്തെങ്കിലും ലാഭമോ വല്ലതും ഭൗതിക നേട്ടം, കുറച്ച് പൈസ വന്നു അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടി, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേട്ടം, ഭൗതിക നേട്ടം കിട്ടിയാൽ തന്നെ അവർ അതിലങ്ങ് ഉറച്ചു കളയും. പിന്നെ അത് പിശാചാണോ തന്നത് ദൈവമാണോ തന്നത് അതൊന്നും അവർ മൈൻഡേ ചെയ്യൂല. അവരെന്തിനാണോ വിശ്വസിക്കുന്നത് അതിലേ അവർ ഉറച്ചു നിൽക്കുകയുള്ളൂ. അവരുടെ മൈൻഡ് അത്രേ വളർച്ചയുള്ളൂ.
അതിനപ്പുറത്തോട്ട് ചിന്തിക്കാനുള്ള ഇതില്ല. നമ്മൾ പറയുന്നത് നെഗറ്റീവ് ശക്തിയായിരിക്കും തന്നത്, നിങ്ങൾ നിൽക്കുന്നത് നെഗറ്റീവിലാണ്. കാരണം ഈ പറഞ്ഞിരിക്കുന്നതിനൊക്കെ വിരുദ്ധമായിട്ടല്ലേ നിങ്ങളുടെ ജീവിത രീതി എന്നൊക്കെ പറഞ്ഞാൽ പോലും അവർക്ക് അതിനപ്പുറത്തോട്ട് മനസ്സ് മാറൂല. കാരണം അവരുടെ ജീവിതത്തിൽ നേട്ടം കിട്ടി, ഹാപ്പിയായി. അപ്പൊ ഇത് തന്നെ മതി. ഇനിയിപ്പോ അത് ദൈവമായാലും ശരി, പിശാചായാലും ശരി, ഇനിയിപ്പം അസുരനായാലും ശരി, വേറെ എന്തായാലും ശരി, അവർക്ക് ഗുണം കിട്ടുന്ന സ്ഥലത്തെ അവർ ഒതുങ്ങി നിൽക്കുള്ളൂ. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവർക്ക് ദൈവത്തോട് ആത്മാർത്ഥതയോ യഥാർത്ഥ ദൈവം എന്താണെന്നോ ഒരു സത്യാന്വേഷകനോ ഒന്നും അല്ല. അപ്പം മിക്കവരും നമ്മളെ കാണുന്ന വ്യക്തികൾ പലരും അത്തരക്കാരാണ്. ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഭയങ്കര ഭക്തി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും അവരുടെ മനസ്സിലൊക്കെ അത്രയും വളർച്ച പറഞ്ഞോളൂ. അവരുടെ കാര്യങ്ങൾ നടക്കണം, കുടുംബമൊക്കെ ഹാപ്പി ആയി പോകണം, ജീവിതം സുഖമായിരിക്കണം. അതിന് ഏത് ദൈവം കൊള്ളാം ആ ദൈവം, അത്രേ ഉള്ളൂ. ഒന്ന് നേട്ടം കിട്ടിയാലോ അവിടെ അങ്ങ് തളയ്ക്കും, അവിടെ അങ്ങ് ഉറയ്ക്കും. അതിനപ്പുറത്തോട്ട് പിന്നെ ഒരു മനസ്സ് ചിന്തിക്കില്ല. അപ്പൊ ഈ വസ്തുതകൾ നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. അപ്പൊ സത്യമായ ദൈവത്തെ അന്വേഷിക്കുന്നതും അല്ലെങ്കിൽ മറ്റും പല മാർഗത്തിലൊക്കെ പോയിട്ടും രക്ഷയില്ലാതെ നിരാശയടിച്ച് ഇനിയൊരു വഴിയില്ലേ, എനിക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലേ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണോ ഇതെന്ന് നമുക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ട് ഒരാൾക്ക് വിഷയങ്ങളോ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ അല്ലെ തെറ്റിപ്പോവുകയോ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് അവരോട് ഈ കാര്യം ഒന്ന് അവതരിപ്പിക്കണം, ഒന്ന് പറയണം. ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ അവരത് ഉൾക്കൊണ്ടിട്ട് ആകാംക്ഷയോടുകൂടി എന്നിട്ട് അപ്പൊ പിന്നെ അതെങ്ങനെ ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കും. ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ വ്യക്തിയുടെ ഉള്ളിലെ ആത്മീയ കുപ്പിയുടെ അളവ് 1 ലിറ്ററോ 1/2 ലിറ്ററോ അല്ല, അതിൽ കൂടുതലുണ്ട്. ഇനിയും വെള്ളം കൊള്ളുന്ന ലെവലിൽ അവരുടെ അകത്ത വളർച്ചയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന് ആത്മീയ അറിവ് ഇനിയും കുറച്ചും കൂടെ കൊടുക്കണം. കുറച്ചുകൂടെ കൊടുക്കുമ്പോൾ അവർ അത് ഉൾക്കൊണ്ട് പിന്നെ അതിനപ്പുറത്തോട്ട് ചോദിക്കണമെങ്കിൽ കുറച്ചുകൂടെ കൊടുക്കണം. അതേസമയം അവരെ കിട്ടിയ കാര്യം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു അത് വെച്ചിട്ട് അവർ പഠിച്ച അറിവ് വെച്ചും കൊണ്ട് തർക്കിക്കുകയോ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരികയോ ചെയ്താൽ അവിടെ കൊണ്ട് നിർത്തിക്കളയണം. അതിനപ്പുറത്തോട്ട് പറയാൻ പോകരുത്. കാര്യം അവർക്ക് അത്രയും വളർച്ചയേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല, എടുക്കാൻ പറ്റുന്നില്ല. അവിടെ വെച്ച് നിർത്തിക്കളയണം. പക്ഷെ അവരത് എടുക്കും. എപ്പോ ഇനിയും അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ജീവിതമാകുന്ന നിമിത്തങ്ങളിലൂടെ അവർ തരണം ചെയ്ത് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതനുസരിച്ച് അവരുടെ മനസ്സ് താനെ തുറന്ന് വന്നുകൊള്ളും. അത് ദൈവം ചെയ്തുകൊള്ളും. നമ്മൾ നോക്കണ്ട. നമ്മൾ ഇപ്പോഴേ തുറന്ന് കയറ്റാൻ നോക്കി കഴിഞ്ഞാൽ കയറൂല. കാരണം സാഹചര്യങ്ങൾ വന്നിട്ടില്ല, വഴി മുട്ടിയിട്ടില്ല, അവർക്ക് അതിനുള്ള സമയം ആയിട്ടില്ല. അപ്പൊ നമ്മൾ അതിനുവേണ്ടി പിന്നെ വെയിറ്റ് ചെയ്യുക. നമ്മൾ ഒരിക്കലും ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കാനോ സത്യം ഇതാണെന്ന് കുത്തി മനസ്സിലാക്കിക്കാനോ ശ്രമിക്കാൻ പോകരുത്. പോയാൽ അവർ പുച്ഛിക്കും, അവർ നമ്മളെ തള്ളിക്കളയും, നമുക്ക് ഭയങ്കര വിഷമം വരും, പിന്നെ നമുക്ക് ദേഷ്യം വരും, പിന്നെ നമ്മൾ ദൈവത്തിന്റെ കണ്ണിൽ നെഗറ്റീവായി മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് വഴി കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് കഷ്ടത്തിലോ അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക, ഒന്ന് തുടങ്ങി നോക്കുക. തുടക്കം തന്നെ പറയാം. നിങ്ങളിപ്പോ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനൊക്കെ വിട്ടിട്ട് ശരിക്കും നമ്മളെയും പ്രകൃതിയൊക്കെ സൃഷ്ടിച്ച ദൈവത്തെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്. വ്യത്യാസം പറഞ്ഞെങ്കിലോ ഇത് മാത്രമേ ഫസ്റ്റ് ഒന്ന് പറഞ്ഞു തുടങ്ങാവൂ. അപ്പൊ അവർ അതേത് ദൈവം, അത് അപ്പം നമ്മളെ ശിവനല്ലേ അല്ലെങ്കിൽ യേശുവാണ് ദൈവം, ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞു വരണമെങ്കിൽ ജസ്റ്റ് അടുത്തൊന്നും കൂടെ പറഞ്ഞു നോക്കണം. അപ്പൊ അവരുടെ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവർ അതിലേ നിൽക്കുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതുകൊണ്ടാണ് ഇവർക്ക് എഴുന്നേറ്റം വരാത്തത് അല്ലെങ്കിൽ ഇവർക്ക് ഒരു പുരോഗതി വരാത്തതെന്ന് നമുക്ക് മനസ്സിലായി. കാരണം അവർ തർക്കിക്കണേണ്ട, അവരുടെ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കണേണ്ട. അപ്പൊ അതിനപ്പുറത്തോട്ട് ശരിക്കും അൾട്ടിമേറ്റിലോട്ട് അവരുടെ മനസ്സ് തയ്യാറല്ല. വിട്ടേക്കുക. ഇനി അതിനപ്പുറത്തോട്ട് ഒന്നും പഠിപ്പിക്കാനോ പറഞ്ഞു കൊടുക്കാനോ പോകരുത്. തർക്കിച്ചു തുടങ്ങി അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചു തുടങ്ങി എന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് നിർത്തിക്കളയണം. ഇത് ആണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ ഒരു വ്യക്തിയുടെ അടുത്ത് കഷ്ടം അനുഭവിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ പ്രശ്നത്തിലേക്ക് നിൽക്കുന്ന വ്യക്തിയുടെ അടുത്ത് നമ്മൾ അതിനുള്ള വഴി ഉണ്ട് എന്ന് ജസ്റ്റ് പറയണം. അത് നമ്മുടെ കടമയാണ്. കാരണം ഒരാളെങ്കിലും രക്ഷപ്പെട്ടു പോകണമെങ്കിൽ അങ്ങ് രക്ഷപ്പെട്ടു പോട്ടെ. കാരണം ആരാണ് ദൈവത്തെ അന്വേഷിച്ച് കിടക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ ഞാൻ തന്നെ യൂട്യൂബിലൂടെ ഇതൊക്കെ വിടുമ്പോൾ പലരും പല രീതിയിലാണ് എടുക്കുന്നത്. ചിലരൊക്കെ വിളിച്ച് വെറും മണ്ടത്തരങ്ങളാണ് സംശയങ്ങൾ ചോദിക്കും. ചിലർ അങ്ങ് അറ്റത്ത് ഹൈ ലെവൽ ചോദിക്കും. ചിലർ ഇങ്ങോട്ട് ക്ലാസ് വിടാൻ വേണ്ടി ചിലർ വിളിക്കും. അപ്പൊ ഇതൊക്കെ നോക്കിയും കണ്ടും പതൊക്കെ കട്ട് ചെയ്യേണ്ടവരായും കട്ട് ചെയ്യണം, പറഞ്ഞു കൊടുക്കേണ്ടവരടുത്ത് മാത്രം പറഞ്ഞു കൊടുക്കണം. അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഇതേപോലെ നിങ്ങളും ചെയ്യണം. നിങ്ങൾക്ക് അനുഭവത്തിലൂടെ ഇപ്പൊ എന്റെ മെസ്സേജിലൂടെയൊക്കെ പലരും അടിയിൽ കമന്റ് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായ ചേഞ്ച് വരുന്നുണ്ട്, ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്, ജോലി ഇല്ലായിരുന്നതൊക്കെ അത് ക്ലിയർ ആയി വരുന്നുണ്ട്. നമ്മുടെ ഒരുപാട് എനിക്ക് മൊബൈലിലും പലരും മെസ്സേജ് വിടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ അവർക്ക് ഗുണം കിട്ടി എന്ന് ഉറപ്പുള്ളത് മാത്രം അപ്പുറത്തോട്ട് പറഞ്ഞു കൊടുക്കുക. ഇപ്പം ഞാനീ പറയുന്ന കാര്യങ്ങൾ കേട്ടു, എല്ലാം നോക്കുന്നു, അതനുസരിച്ചൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അനുഭവമൊന്നും വരുന്നില്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ആദ്യം നിങ്ങൾ അനുഭവിച്ച് നേടാൻ നോക്കണം. നിങ്ങൾക്ക് എന്ത് കിട്ടി, നിങ്ങൾക്ക് എന്ത് ഗുണം വന്നു, അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് വന്ന ഗുണം മറ്റുള്ളവർക്ക് കൊടുക്കാവൂ. നിങ്ങൾക്കേ ഗുണം വന്നില്ല, പക്ഷെ കുറെ അറിവ് കിട്ടി, ഇത് അടുത്ത ആളെ പഠിപ്പിക്കാനായിട്ട് പോകാൻ നോക്കരുത്.
നിങ്ങൾക്ക് ഗുണം വരാത്തില്ല. കാരണം നിങ്ങളിൽ അത്രയും നെഗറ്റീവ് തടസ്സം നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗുണം കിട്ടാത്തത്. അത്രയും നെഗറ്റീവ് ഉള്ള നിങ്ങൾ വേറൊരാളെ പഠിപ്പിക്കാനോടെ പോയി കഴിഞ്ഞാൽ ആ പുള്ളിയിരിക്കുന്ന നെഗറ്റീവും കൂടെ നിങ്ങൾ അടിയെന്നിരിക്കും. അപ്പൊ നിങ്ങളെ നെഗറ്റീവും പഠിപ്പിക്കാൻ പോയതിന്റെ പേരിൽ ആ പുള്ളിയുടെ നെഗറ്റീവിന്റെ അടിയും കൂടെ വാങ്ങിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ മാക്സിമം പോസിറ്റീവായി ഒരു ലെവലായിട്ട് വരുന്നു എന്ന് ഈ എന്റെ മെസ്സേജ് കേൾക്കുന്ന പലർക്കും ഉണ്ടെങ്കിൽ അവർ അടുത്ത ഒരു വ്യക്തിയെ ഒന്ന് സഹായിച്ചു തുടങ്ങുക. അതായത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി, നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരുന്നത് പോലെ കാര്യങ്ങൾ ചെയ്തപ്പോൾ നല്ല വ്യത്യാസം വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, പൂർണ്ണ ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വ്യക്തികളോട് ഇത് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കം ജസ്റ്റ് ഒന്ന് സൃഷ്ടാവ ദൈവത്തെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അവർക്ക് അതിനപ്പുറത്തോട് ചോദിക്കണമെങ്കിൽ മാത്രമേ ബാക്കി പറഞ്ഞു കൊടുക്കാവൂ. ആദ്യമേ അവർ ഇങ്ങോട്ട് പഠിപ്പിക്കാനോ അവരുടെ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മാറൂല എന്ന് കണ്ടാൽ അവിടെ കൊണ്ട് നിർത്തിക്കളയണം. പിന്നെ പിന്നെ ഒന്നും പറഞ്ഞു പോയി പഠിപ്പിക്കാൻ പോയി നമ്മൾ പാപിയായി മാറരുത്. ഇനി നമ്മുടെ കുടുംബത്തിൽ തന്നെ പലരും സുഖകരമായി പോകുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് അവരുടെ രീതിയിൽ പോകുമ്പോൾ നമുക്ക് വലിയ ഗുണമൊന്നുമില്ല. നമുക്ക് മനസ്സിലായി അവരുടെ രീതിയിലോ അവരുടെ ലെവലിലോ പോയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം ഇപ്പൊ നിങ്ങൾക്ക് പിടിയിട്ട് കാണും, നിങ്ങളുടെ ആത്മാവ് കുറച്ച് പവർഫുൾ ആണ്, പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവ് സൈഡിൽ ശക്തമായി നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉയർച്ച വരുള്ളൂ. ഒരിക്കലും ആത്മീയ വളർച്ച ഇല്ലാത്തൊരു വ്യക്തി ഏതെങ്കിലും നെഗറ്റീവ് സ്ഥലങ്ങളിലോ അവിടെ ഇവിടെ പോയാൽ അവിടുത്തെ നെഗറ്റീവോ പോസിറ്റീവോ എന്തെങ്കിലുമൊക്കെ കൊടുത്തും കൊണ്ട് അവർക്കൊരു കുഴപ്പമില്ലാതെ പോകുന്നത് പോലെ പോസിറ്റീവായി നിൽക്കുന്ന ആത്മീയ വളർച്ചയുള്ള നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗുണം കിട്ടൂല. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായി. അപ്പോൾ മറ്റു വ്യക്തികൾക്ക് അവർ പോകുന്നിടത്തുനിന്നും അല്ലെങ്കിൽ അവർ ആശ്രയിക്കുന്ന ദേവി ദേവനിലൂടെ അവർ തൃപ്തരാണ്. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ പുറകെ പോയിട്ട് ഉപയോഗമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ആ പോക്ക് മതിയാക്കിയത്, നിർത്തി. നിങ്ങൾ വീട്ടിലിരുന്നു സ്വന്തമായി സൃഷ്ടാവ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിന് ബോധിച്ച സ്ഥലത്ത് മാത്രമേ നിങ്ങൾ പോകുന്നുള്ളൂ. ആ രീതിയിൽ ചെയ്യുമ്പോൾ മറ്റുള്ളവർ കണ്ടിട്ട് നിങ്ങൾ വഴിതെറ്റിപ്പോയി എന്നും പറഞ്ഞ് പുച്ഛിച്ച് നിങ്ങളെ കളിയാക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യും. ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അത് ചെയ്തിരിക്കും. ഇത് ഞാനെന്നല്ല, സൃഷ്ടാവ ദൈവമായിട്ട് ബന്ധം വരുന്ന എല്ലാ ആത്മീയ വളർച്ചയുള്ള ആത്മാക്കളുള്ള സകലരും അനുഭവിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് മറ്റുള്ളവർ നമ്മളാണ് വഴിതെറ്റിയത് എന്നും പറഞ്ഞ് പുച്ഛിക്കുന്ന പുച്ഛം സ്ഥിരം ഉള്ളതാണ്, പണ്ടേ ഉള്ളതാണ്, അതങ്ങനെ തന്നെയാണ്. അങ്ങനെ വരുമ്പോ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സുകൊണ്ട് വിഷമിക്കും. കറക്റ്റാണ്, ആ ഒരു വിഷമം വന്നിരിക്കും. കാരണം നമ്മൾ നിൽക്കുന്നത് ശരിയിലാണ്. ഇവർ പറയുന്നത് പോലെ പോയിട്ട് നമുക്ക് ഉപയോഗമില്ലെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യം വന്നു. അത് കാരണം നമ്മൾ മതിയാക്കി. പക്ഷെ അവർ നമ്മളെ ഇട്ട് കുത്തും. അവരുടെ തെറ്റ് അല്ല, അവർ പോകുന്ന ലെവലിൽ അവർക്ക് തൃപ്തിയുള്ളതിലേക്ക് നമ്മളെ വരാൻ വേണ്ടി നമ്മളെ നിർബന്ധിക്കും. നമ്മൾ പോയില്ലെങ്കിലോ നമ്മളെ വഴിതെറ്റിയവരായിട്ടും നമ്മൾ കൊള്ളരാത്തവനായിട്ടും തള്ളി പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ വരുമ്പോ ദൈവം എന്നോട് പറയുന്നു, നിങ്ങളെ ദൈവം പ്ലാൻ ചെയ്ത് മാറ്റി നിർത്തിക്കൊണ്ട് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ആദ്യം നിങ്ങളത് മനസ്സിലാക്കണം, നിങ്ങളത് പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. കാരണം നിങ്ങളുടെ ആത്മാവ് പവർഫുൾ ആയതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും പ്രയോജനം വരാത്തതും കൊണ്ട് നിങ്ങൾ സൃഷ്ടാവ ദൈവത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങളെ ഇപ്പം നിങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നതും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നതും നിങ്ങൾക്ക് ചില പരീക്ഷണങ്ങളൊക്കെ വരുന്നത് ഇതെല്ലാം പരീക്ഷണമായിട്ട് കൂട്ടണം. കാരണം നമ്മുടെ ആത്മീയ വളർച്ച വരാനും നമ്മൾ കൂടുതൽ പോസിറ്റീവ് ആവാനും വരുന്ന ഒരു പരീക്ഷണമായിട്ട് ഇതൊക്കെ നിങ്ങൾ കണക്കാക്കാവൂ. അപ്പൊ ഈ പരീക്ഷണങ്ങളെല്ലാം ദൈവം അലോ ചെയ്ത് വരുന്നതാണ്. പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാതെ നിങ്ങളായിട്ട് കളിയാക്കുകയും പുച്ഛിക്കുകയും ചെയ്യുമ്പോൾ അവർ കൂടുതൽ നെഗറ്റീവായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശം പറഞ്ഞാൽ ദൈവത്തിന്റെ കണ്ണിൽ അവർ കൂടുതൽ പാവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ദൈവിക റൂട്ടിൽ ഉറച്ചു നിൽക്കുന്ന നിങ്ങളെ ആര് കളിയാക്കിയാലോ പുച്ഛിച്ചാലോ ഒറ്റപ്പെടുത്തിയാലോ അതിന്റെയും കൂടി കർമ്മഫലം അവർ അനുഭവിക്കേണ്ടതായിട്ട് വരും. പലതും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. ദൈവമായി ചേർന്ന് നിൽക്കുന്ന നിങ്ങളെ കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ അവർക്ക് ഉള്ള ഗുണം കൂടി അവിടെ ബ്ലോക്കായി പോകും. ഇങ്ങനെ വരുമ്പോൾ ഒരു വശത്ത് ഒരു ഗുണം കൂടിയുണ്ട്. കാരണം അവർ അങ്ങനെ അനുഭവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രശ്നങ്ങളും കൂടാൻ തുടങ്ങും. അങ്ങനെ കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നിങ്ങളടുത്ത് തന്നെ വന്ന് കാര്യം അന്വേഷിക്കാൻ തുടങ്ങും. ശരിക്കും ഇത് മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ, നിങ്ങൾ അന്ന് പറഞ്ഞതുപോലെ അതെന്താണ് എന്നൊക്കെ ചോദിച്ച് അവർ നൈസായിട്ട് ഇങ്ങോട്ട് തന്നെ വരാൻ തുടങ്ങും. ഇപ്പൊ എന്തുകൊണ്ടാണ് അവർ പുച്ഛിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നത്? അവരുടെ ഭാഗങ്ങൾ ഓക്കെയാണ്, അവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, കാര്യങ്ങൾ സ്മൂത്താണ്. നിങ്ങളെ പുച്ഛിക്കുകയും കളിയാക്കുകയും അല്ലെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവരുടെ കഷ്ടം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സുഖം കുറയും. സുഖം കുറയുമ്പോൾ അവരാശ്രയിക്കുന്നതിനെ വിട്ട് അതിനപ്പുറത്തോട്ട് ഒരു രക്ഷയില്ലേ ഇവർ അന്വേഷിച്ച് തുടങ്ങുമ്പോൾ അവരുടെ അടുത്ത് നിങ്ങൾ ദൈവത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അന്ന് അവർക്ക് കുറച്ചെങ്കിലും തലയിൽ കയറും. ചിലപ്പോ അവർ ആ ദൈവത്തിലേക്ക് വന്ന് അവർ കൂടുതൽ ആത്മീയ വളർച്ച വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരാള് സുഖകരമായ രീതിയിൽ
ഒരു കുഴപ്പമില്ലാതെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലത്തോളം ആ വ്യക്തി ഒരിക്കലും യഥാർത്ഥ ദൈവത്തെ അന്വേഷിക്കാനേ പോകുന്നില്ല. ഇപ്പൊ ഒരു ഹിന്ദു മതത്തിലാണെങ്കിലും ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും എല്ലാത്തിലും പ്രകൃതി സൃഷ്ടിച്ച ഒരു ദൈവത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെ ആരും മാനിക്കുന്നില്ല. കാരണം ആ ദൈവത്തിന്റെ സൃഷ്ടികളായ ചെറിയ ചെറിയ ദേവീദേവന്മാരെയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ശക്തികളെയോ ആശ്രയിച്ച് നിൽക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതം ഹാപ്പിയായി പോകുന്ന കാലത്തോളം അതിനപ്പുറത്തോട്ടുള്ള ഒരു ശക്തിയെക്കുറിച്ച് അവർ അന്വേഷിക്കാനോ ചിന്തിക്കാനോ പോണില്ല. അപ്പം ഇനി അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ബ്ലോക്കോ കാര്യമോ ഒരു സമയത്ത് നിങ്ങളെ പുച്ഛിച്ചതായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ തള്ളിപ്പറഞ്ഞതായിരിക്കും, ചിലപ്പം ഭയങ്കരമായ വിഷമമൊക്കെ വന്ന് നിങ്ങൾ അവർ മാറ്റി നിർത്തിയേക്കുന്നതായിരിക്കും. പക്ഷെ അങ്ങനെ നിർത്തിയാൽ പോലും അത് ഇപ്പോഴത്തെ കണ്ടീഷനാണെന്ന് തിരിച്ചറിയണം. കുറച്ചുനാൾ കഴിയുമ്പോൾ അവരുടെ കണ്ടീഷൻ ചിലപ്പോൾ ഈ വിധ കാര്യങ്ങൾ ചെയ്തതിന്റെ കർമ്മഫലം എന്ന രീതിയിലും കൂടി ചില കഷ്ടങ്ങൾ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ പിന്നെയും കുറെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് വെച്ചോ. കുറച്ചുനാൾ കഴിയുമ്പോൾ ചെയ്ത് അതിന്റെ നെഗറ്റിവിറ്റി കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും കഷ്ടങ്ങളും പ്രശ്നങ്ങളും കൂടാൻ തുടങ്ങും. കൂടുമ്പോൾ നിങ്ങൾ അന്നത്തെ കാര്യം വെച്ചും കൊണ്ട് മനസ്സിൽ അന്നത്തെ ദേഷ്യവും വെച്ചും കൊണ്ട് ഒരിക്കലും അവരോട് ഇടപെടരുത്. അവർക്കും നിങ്ങൾ ഇതെല്ലാം മറന്നും കൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള വഴികൾ ആ സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം ഞാൻ പറഞ്ഞതെന്നല്ലോ, തള്ളിക്കളഞ്ഞതാണ്, പുച്ഛിച്ചതാണ്, പക്ഷെ നിങ്ങൾ മാറിക്കളഞ്ഞു. പിന്നൊരു സമയത്ത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കുത്തി സംസാരിക്കുകയോ തള്ളി അന്നേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എങ്ങനെ ഇരിക്കണം ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. നിങ്ങളുടെ ഭാഗത്ത് നെഗറ്റീവായി പോകും. അപ്പം ഇതെല്ലാം മറന്നും കൊണ്ട് ഇതെല്ലാം ക്ഷമിച്ചും കൊണ്ട് അവർക്ക് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, പറഞ്ഞു കൊടുത്തു, അവർ സംശയങ്ങൾ ചോദിക്കുന്നു, പിന്നെയും പറഞ്ഞു കൊടുക്കുന്നു. അപ്പോ അവർ ഇങ്ങോട്ട് പഠിപ്പിക്കാനോ ബാക്കി അങ്ങോട്ട് ശരിയാകുന്നില്ല, ആദ്യം പറഞ്ഞേക്കോ ഓക്കെ ഇതൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബാക്കിയിൽ അവർ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ വിചാരിച്ചോളണം അവരുടെ ആത്മാവിന്റെ വളർച്ച അത്രയേ എത്തിയുള്ളൂ. നേരത്തെ കാട്ടിയും പുരോഗമനമുണ്ട്, ഇപ്പൊ കുറച്ചും കൂടെ എത്തി. അപ്പോൾ നിർത്തിക്കൊള്ളണം, പിന്നെ അങ്ങ് മാറ്റിക്കളയണം. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുമ്പോൾ അവരുടെ ജീവിത രീതിയിലും ശൈലിയിലും കുറച്ചുകൂടെ നെഗറ്റീവ് ആകുമ്പോൾ അവർ തന്നെ അനുഭവത്തിലൂടെ കുറച്ചും കൂടെ പഠിച്ച് പിന്നെയും വരുമ്പോൾ ബാക്കി പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ പടിപ്പടിയായിട്ട് വേണം നമ്മളെ ആശ്രയിച്ച് നിൽക്കുക. അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ നമുക്ക് കിട്ടിയ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. പലരും എന്നെ വിളിച്ച് സംശയം പറയുന്നുണ്ട്, പലരും വിഷമിച്ചൊക്കെ പറയുന്നുണ്ട്. സ്വന്തം വീട്ടിലുള്ളവർ തന്നെ ഇത് തിരിച്ചറിയുന്നില്ല. വെയിറ്റ് ചെയ്യുക. അവരുടെ വഴി മുട്ടുമ്പോ അല്ല അവരുടെ സുഖം കുറയുമ്പോൾ താനെ അവർ ദൈവത്തെ അന്വേഷിച്ചുകൊള്ളും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ദൈവം തന്നെ പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ദൈവമേ അവർക്കും ബോധം വരണേ, അവരും ആ ദൈവത്തിലോട്ട് എത്താനുള്ള വഴി തെളിയണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അവരിലുള്ള നെഗറ്റീവ് ശക്തികൾ തന്നെ അവരായിട്ട് പീഡിപ്പിച്ച് തുടങ്ങുമ്പോൾ ഇതിന്റെ വഴി താനേ തെളിഞ്ഞോളും. അന്ന് നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവ് അങ്ങോട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി ബാക്കി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.